गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय गुरुवे अन्नै गुरुवे तन्दै गुरुवे आसान् गुरुवे दैवं गुरुविन् सन्नदि कोडुप्पदु निम्मदि गुरुदान् एमक्कु एल्लाम ओम शरवण बाबा ओम शरवण बाबा गुरुवे अन्नै गुरुवे तन्दै गुरुवे आसान् गुरुवे दैवं गुरुविन् सन्नदि कोडुप्पदु निम्मदि गुरुदान् एमक्कु एल्लाम
ഗുരുവേ ദൈവം ഗുരുവിൻ സന്നദ്ധി കൊടുപ്പത് നിമ്മതി ഗുരുദാന്യമക്ക് എല്ലാം ഓം ശരവണ ബാബ ഓം ശരവണ ബാബ குருவே அன்னை குருவே தந்தை குருவே ஆசான் குருவே தெய்வம் குருவின் சன்னதி கொடுப்பது நிம்மதி குருதான்யமக்கு எல்லாம் ஓம் சரவண பாபா ஓம் சரவண பாபா குருவே அன்னை குருவே தந்தை குருவே ஆசான் குருவே தெய்வம் குருவின் சன்னதி கொடுப்பது நிம்மதி குருதான்யமக்கு எல்லாம் ஓம் சரவண பாபா ஓம் சரவண பாபா குருவே அன்னை குருவே தந்தை குருவே ஆசான் குருவே தெய்வம் குருவின் சன்னதி கொடுப்பது நிம்மதி குருதான்யமக்கு எல்லாம் ஓம் சரவண பாபா അതോടൊപ്പം തന്നെ ഓം ശരവണ ബാബ സേവാ ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയാണ് പ്രൊഫസർ രാംനാഥ് നാരായൺ സ്വാമി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാമകൃഷ്ണൻ അവർകൾ, അദ്ദേഹം ഓം ശരവണ ബാബ സേവാ ഫൗണ്ടേഷന്റെ ബാംഗ്ലൂർ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സതീശൻ അവർകൾ, അദ്ദേഹത്തിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പഴയ ക്ഷേത്രങ്ങളെ ഏറ്റെടുത്ത് പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മി അവർകളെ, ശ്രീമതി മഹാലക്ഷ്മി അവർകളെ ഹൃദയം നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമ്മൾ ആദരവോടെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ തൊഴിൽ കൈയോടെ വേണം സ്വാമിജിയെ ഈ വേദിയിലേക്ക് ആദരിക്കാൻ. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. സ്വാമിജിയുടെ മാതാവാണ് നമ്മളോടൊപ്പം ഈ വേദിയിലുള്ളത്. ഏവർക്കും അമ്മയുടെ കാൽക്കൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.
സമർപ്പിക്കുകയാണ്. ഗുരുപാദങ്ങളിലും സജ്ജനപാദങ്ങളിലും സർവപാദങ്ങളിലും പ്രണാമം. മഹത്തായ ഒരു കാര്യമാണ് നമ്മളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം തവണ ആവർത്തിച്ച് പറഞ്ഞതുപോലെ സദ്ഗുരു ശരവണ ബാബയുടെ 33ാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി പല വിശിഷ്ട പരിപാടികൾ നടന്നു കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു കഴിഞ്ഞവിടെ വാസ്തവത്തിൽ അതിന് മുമ്പ് തന്നെ സ്വാഗതം നടന്നിരിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആദ്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ ഈശ്വരന്റെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിലെ ഓരോ ജീവനും ഈശ്വര കാരുണ്യം കൊണ്ടാണ് എല്ലാം ലഭിക്കുന്നതും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതിനെ വെളിപ്പെടുത്തുന്ന കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ ഏറ്റവും താണപടിയിൽ കിടക്കുന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം. ആ ഈശ്വരൻ തന്നെ നമ്മയിലേക്ക് സ്വാഗതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നോ കൂടാതെ അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ട് നമ്മളൊക്കെയും തന്നെ സ്വാഗതം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് വാസോട്ട് സ്നേഹപൂർവം ഏവരുടെയും ആദരമേറ്റ് വാങ്ങിക്കൊണ്ട് സ്വാമിജിയെ വാസോട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോഴിക്കോട് കല്ലുത്താൻ കടവില് സ്വാമിജിക്ക് ആദ്യമായിട്ട് ഒരാശ്രമം എന്നൊരു സങ്കല്പം യാഥാർത്ഥ്യമാക്കിയത് ശ്രീ വാസോട്ടനാണ്. സ്നേഹപൂർവ്വം വാസോട്ടനെ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ, പൂജനീയ സ്വാമിജി ശരവണ ബാബ സ്വാമിജി, മറ്റ് ആശ്രമത്തിലെ അന്തേവാസികളെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ ഭക്തജനങ്ങൾ, നമസ്കാരം. നമ്മൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ ആ സുദിനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഹ്ലാദചിത്തരായി സ്വാമിജിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നേരത്തെ ആശ്രമത്തിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽജി അവരെ സമയം ചോദിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യത്തിനെ ഗോവ സംസ്ഥാനത്തിലെ ഓണാഘോഷ പരിപാടിയുമായിട്ട് നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ടാണ് ഒ രാജഗോപാൽജിക്ക് വരാൻ സാധിക്കാതെ. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു, സ്വാമിജിയുടെ അടുത്ത പരിപാടിയിലേക്ക് തീർച്ചയായിട്ടും രാജേട്ടൻ പങ്കെടുക്കുമെന്ന്. അതിന്റെ കാര്യങ്ങൾ പറയണമെന്ന് പ്രത്യേകം രാജേട്ടൻ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പരിപാടിക്ക് രാജേട്ടൻ വരും എന്ന് ഞാൻ ഈ വേദിയിൽ പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആശ്രമ പരിസരത്ത് വരുന്നത്. വളരെയധികം മനസ്സിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആശ്രമ അന്തരീക്ഷവും ഭക്തജനങ്ങളും എല്ലാം വളരെയധികം സന്തോഷത്തിലിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. എന്തായാലും ഇരിക്കുന്നവിടെ ഒന്ന് കാണാനും സ്വാമിജിയോട് അടുത്ത് ഇരിക്കാനും സംസാരിക്കാനും അവസരം തന്നെ എന്നെ വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്നു.
പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രം, മുരുകഭഗവാന്റെ ക്ഷേത്രം, ശരവണഭഗവാന്റെ സ്വാമി ക്ഷേത്രം, ആ മുഖത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ചൈതന്യ വിഗ്രഹത്തെ കാണുവാൻ സാധിച്ചതിൽ അതിലിക്കാറും വളരെയധികം സന്തോഷമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഷിർദി സായിയുടെ സ്വാമിജിയുടെ പ്രതിഷ്ഠ, അതിൽ നിന്ന് വളരെയധികം സന്തോഷമായി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പണ്ട് നമ്മുടെ ചായയിലെല്ലാം ഞങ്ങൾ പാടിയിട്ടുണ്ട്, വിനാലക്ഷ്യം അങ്ങിങ്ങലഞ്ഞു സുജന്മം വൃഥാപ്പാഴ്ത്തിനാവിന്ന് തുല്യം തുലഞ്ഞു, ഭവാൻ വന്നു കർത്തവ്യ ദീപം തെളിക്ക് ഗുരു ഞങ്ങളിൽ ലക്ഷ്യമാർഗം തെളിഞ്ഞു എന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാർത്ഥികളുടെ പഠന സഹായം മലേഷ്യ സൊസൈറ്റിയാണ് ചെയ്യുന്നത്. മലേഷ്യ സൊസൈറ്റിയോട് ഹൃദയങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
ശുശ്രൂഷയിലെ എല്ലാ വർഷം വിദ്യാഭ്യാസത്തിന് വരുന്ന മറ്റെല്ലാ ചെലവുകൾ, ഭക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൗജന്യമായാണ് കോഴിക്കോട് ആശ്രമത്തിൽ നടക്കുന്നത്. ശരണബാബ ജ്ഞാനകേന്ദ്രം എന്ന പേരിലാണ് ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും ശരണഭവനത്തിന്റെ ഹൃദയനിറഞ്ഞ संसार समुद्रतार नौकायिदाभ्यां गुरुभक्तिदाभ्यां वैराग्यसाम्राज्यद पूजनाभ्यां नमो नमः श्रीगुरुपादुकाभ्याम्। कवित्ववाराशि निशाकराभ्यां दौर्भाग्यदावां बुधमालिकाभ्यां दूरीकृतानम्र विपत्तिदाभ्यां नमो नमः श्रीगुरुपादुकाभ्याम्। नताययो श्रीपतितां समीयुः कदाचिदभ्याश दरिद्रवर्याः मूकाश्च वाचस्पतितां हिताभ्यां नमो नमः श्रीगुरुपादुकाभ्याम्। नालीकनिकाश पदाहृदाभ्यां नानाविमोहादि निवारिकाभ्यां नमज्जनाभीष्ट ततिप्रदाभ्यां नमो नमः श्रीगुरुपादुकाभ्याम्। कृपालिमौलि व्रजरत्नकान्ति सरिद्विराज जशकन्